ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും തെണ്ടിത്തിരിയാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയേക്കാണ്. കുറേ നേരം ഇങ്ങനെ വീട്ടിലിരുന്ന് ബോറടിച്ചിട്ട് വയറിൽ നല്ല വിശപ്പ്. ശരി, എന്നാലൊന്ന് വായി നോക്കാൻ ഇറങ്ങിയേക്കാം, പുറത്തൊക്കെ ഒന്ന് കറങ്ങാം, വല്ലതും കഴിച്ചിട്ട് വരാമെന്നൊക്കെ കരുതിയിട്ട് ഇറങ്ങിയതാണ്. നമ്മൾ സ്ഥിരം പോകുന്ന വഴി. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാൻ വേണ്ടി കൂടിയിട്ടാണ് ഈ വഴി കൂടി പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരു പ്രാവശ്യം കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ഇല്ല, ഇങ്ങനെ വഴിയിൽ ആൾക്കാർ നിൽക്കുന്നതുകൊണ്ട് എനിക്കപ്പം വോയിസ് കൊടുത്ത് ചെയ്യാൻ പറ്റിയില്ല. ഇത് ഞാൻ ഈ വഴി ഓൾറെഡി നിങ്ങളെ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ഉള്ളത്. വഴി കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല. അതിൽ ഞാനിപ്പോൾ ഇതേ ഈ ഓട്ടോ ചേട്ടനെ കയറി തട്ടിയതിന് അയാളിത് എന്ത് ജാതി എന്ന് പറഞ്ഞിട്ട് എന്നെ നോക്കി കണ്ണുരുട്ടിയിട്ട് പോയേക്കാണ് കേട്ടോ. സോ ഞാൻ ഈ ഫുൾ ഇൻഡസ്ട്രിയൽ ഏരിയയുടെ എടുത്തിട്ടില്ലായിരുന്നു, ഇറങ്ങാൻ സമയമായപ്പോഴേ എടുത്തത്. ഏകദേശം എക്സിറ്റിലേക്ക് വരുന്ന വഴിയാണ്. ഇവിടെ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല. അപ്പോൾ വൈകുന്നേരമായിട്ട് അതുകൊണ്ട് പാർക്ക് ചെയ്ത് നടന്നു വരുന്നവരും പിന്നത്തെ ഫാക്ടറികളൊക്കെ ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്തേക്കുന്നേ കണ്ട് അധികം ക്രൗഡൊന്നും കാണുന്നില്ല. വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നല്ല തിരക്കഥ. ചേച്ചിമാരൊക്കെ നടന്നിട്ട് വരുന്നേ. കാണുന്നതൊക്കെ മലയാളികളുടെ ബിൽഡിങ്ങാണ് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ ഇതുവഴി നടന്നു വരുന്ന സമയത്ത് ഇങ്ങനെ മലയാളം കേൾക്കുന്ന സമയത്ത് ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. എക്സിറ്റിൻ്റെ അവിടെ എത്തി. ഇത് മെട്രോ സ്റ്റേഷൻ്റെ എൻട്രൻസാണ് വരുന്നത്. ഇത് അവിടുത്തെ ജംഗ്ഷനാണ് വരുന്നത്. ഇത് കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല. പക്ഷേ ബാംഗ്ലൂരിൽ ഒരു മെയിൻ സിറ്റി ആണെങ്കിലും വലിയ വൃത്തിയൊന്നുമില്ല. അത് നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഇത് പാർക്കിൻ്റെ എൻട്രി. ശരിക്കും കുറേ റോഡ് കണക്ട് ചെയ്യുന്ന, ഓൾമോസ്റ്റ് ഒരുപാട് സ്ഥലങ്ങൾ കണക്ട് ചെയ്യുന്ന ഒരു വലിയ സ്ഥലമാണെങ്കിലും അത് യാതൊരു വൃത്തിയില്ല. എല്ലാ ദിവസവും രാവിലെ മുനിസിപ്പാലിറ്റിക്കാർ വന്ന് തൂക്കുകയൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. പക്ഷേ ഒരു പ്രയോജനമില്ല. ഞാൻ ശരിക്കും ഇപ്പോൾ ഈ പാർക്കിലേക്ക് വരാമെന്ന് വെച്ചാൽ ഈ കാണുന്നുണ്ടോ, എനിക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കി ഞാൻ സൂം ചെയ്യുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ചെറി ബ്ലോസം. ആക്ച്വലി ഞാൻ ഇവിടെ വരാനുള്ള കാരണം ഈ ചെടി പൂത്ത് നിൽക്കുന്ന, ഈ ചെറി ബ്ലോസം പൂത്ത് നിൽക്കുന്നത് കണ്ടിട്ടായിരുന്നു. പക്ഷെ ഞാൻ കരുതി കുറേ മരങ്ങളിലൊക്കെ ഉണ്ടാവുമെന്ന്. പക്ഷേ ഈ ഒരു ചെടിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഞാനത് എടുക്കാം, വേറെ ഉണ്ടോയെന്നൊക്കെ നോക്കാമെന്ന് കരുതിയിട്ട് വന്നതെങ്കിലും മരങ്ങളെല്ലാം നിൽപ്പുണ്ട്. ശരിക്കും ഇത് പൂ തുടങ്ങുന്ന സമയമാണ് ഇപ്പോൾ. ഒരു മാർച്ച് ഏപ്രിൽ നല്ല ഒരു വേനൽ സമയത്ത് ആകുമ്പോഴാണ് ശരിക്കും പോകുന്നത്. സോ ആ ഒരു ടൈമിൽ ഞാൻ ഡെഫിനറ്റ്ലി കാണിക്കുന്നത്. ഈ വൈകുന്നേരം ശരിക്കും സൺസെറ്റ് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അത് സൂര്യനെ കാണാൻ പറ്റുന്നില്ല. ഒരു ചെറിയ ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ അതിന് പകരം ഞാൻ വേറൊരു വീഡിയോ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഈ ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ട്രാക്ക് ക്രോസ് ചെയ്താണ് വരുന്നത്. സോ അവിടെ എത്തിയപ്പോൾ കറക്റ്റ് സൺസെറ്റ് കിട്ടിയിട്ടുണ്ട്. നോക്കിക്കുക എന്ത് ഭംഗിയാണ്. ശരിക്കും ഞാൻ ഇവിടത്തേക്ക് ഉണ്ട് ആ ഷാഡോ, ആ സൂര്യപ്രകാശത്തിൻ്റെ ആ രശ്മികളുടെ ഷാഡോ ഇവിടെ എല്ലാം കാണുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. എനിക്കറിയില്ല, ഞാൻ ഈ സൺസെറ്റ് ഈ ഏരിയയുടെ പല ഭാഗത്തു നിന്ന് കണ്ടിട്ടുണ്ട്. രക്ഷയില്ല. ശരിക്കും അവിടെ നോക്കി. ആക്ച്വലി രാവിലെ ഇതുവഴി വരുന്ന സമയത്ത് ഇവിടെ ചെറി ബ്ലോസം പൂത്ത് നിൽക്കുന്ന കണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഇവിടെ അധികം ഫ്ലവേഴ്സ് കാണുന്നില്ല കേട്ടോ. കുറച്ച് അവിടെ ഇവിടെയായിട്ട് പൂത്ത് നിൽക്കുന്നതേ ഉള്ളൂ. കുറച്ചുകൂടി സമയമെടുക്കും. ഇതിപ്പോൾ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു മാർച്ച് ഏപ്രിലൊക്കെ ആകുന്ന സമയത്ത് നല്ല രീതിയിൽ നല്ല രസമാണ്. ഞാൻ ഡെഫിനറ്റ്ലി അതിലൊരു വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഇതിൻ്റെ ഈ ഒരു ലേക്കിൻ്റെ മുഴുവൻ എല്ലാ സൈഡും പ്ലസ് അവിടെ നമുക്ക് ഫ്ലൈ ഓവറാണ് വരുന്നത്. അതിൻ്റെ ആ സൈഡ്, അതിനപ്പുറം റെയിൽവേ ട്രാക്ക് വരുന്നുണ്ട്. സോ ആ ഭാഗത്ത് എല്ലാം ശരി എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. നിൽക്കുന്നത് എല്ലാം ചെറി ബ്ലോസമിൻ്റെ മരങ്ങളാണ്. ശരിക്കും ഇപ്പം അതിൽ പൂവായിട്ടില്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എനിക്കിത് ഇവിടുത്തെ സൺസെറ്റ് ആഡ് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ഞാൻ കുറച്ച് വെട്ടമൊക്കെ ഉള്ള സ്ഥലവും ഞാൻ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, ഇനി പാർക്കിനകത്തേക്ക് കയറാമെന്ന് കരുതി. അകത്തേക്ക് വന്ന ലേക്കിൻ്റെ വ്യൂ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുള്ള് ചെയ്യാൻ പറ്റിയില്ല, പാർക്കിന് പകുതി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ബ്ലോസം നോക്കാൻ വന്നതാണെങ്കിലും എന്തായാലും വന്നാലേ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്തിട്ട് പോകാമെന്ന് കരുതി. ഈ നല്ല രസമുണ്ട് കേട്ടോ. അതിനെ കുറേ ദൂരമുണ്ട്. ഏക്കറുണ്ടെന്ന് എനിക്കറിയില്ല. അത്യാവശ്യം നടക്കാൻ നല്ല ദൂരമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓരോ സ്ഥലത്തു നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ.
ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഞാൻ ഇതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞില്ല. ഒരു സൈഡ് റെയിൽവേ ക്രോസ് വരുന്നുണ്ട്, ഒരു സൈഡ് ഫ്ലൈ ഓവറും അടുത്ത സമയത്ത് മെട്രോയുടെയാണ് വരുന്നത്. അതെ, ഇവിടെ നിന്ന് നോക്കുമ്പം ശരിക്കും ഞാൻ ഈ എടുത്തേക്കുന്ന വിലയിനെ അവിടുത്തെ ആ ലേക്കിൽ കല്ല് കെട്ടിയിട്ടാണ്. ഇത് അപ്പുറത്തെ സൈഡിൽ നിന്ന് എടുത്തിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നു അതിനെ കാണാൻ. നല്ല ഫുൾ ഇതിപ്പോൾ മഴയൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഇവിടെ കുളവാഴയുടെ അതെല്ലാം ഇങ്ങനെ അതിൻ്റെ കല്ലിൻ്റെ മണ്ടയ്ക്ക് ഒരു ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചേക്കുവാന്ന് തോന്നുന്നു. ഭയങ്കര രസമുണ്ട് കാണാൻ. ശരിക്കും നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതും ഇങ്ങനെ കാണുന്നതും നല്ല വ്യത്യാസമുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് ഇങ്ങനെ ചെയറിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ നടക്കാൻ വരുന്നവർ, പിന്നെ ഇവിടെ അടുത്ത് ഒരുപാട് IT കമ്പനികളൊക്കെ ഉണ്ട്. അപ്പോൾ ജോലി കഴിഞ്ഞ് വരുന്നവർ ഒക്കെ, കപ്പിൾസായിട്ട് വരുന്നവരൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കാറുണ്ട്. ഈ പാർക്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, ഇപ്പോൾ ഞാൻ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഇതുപോലെ കുറേ ചെയർ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ സിമെൻറ്റിൻ്റെ ബെഞ്ചാണ്. അവിടെ ഇരുന്ന് കാണാൻ നല്ല രസമാണ്. ഇപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇരിക്കാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ ഗ്രീനറി ഉള്ള സമയത്ത് നോക്കുമ്പോൾ നല്ലൊരു കാഴ്ചയാണ്. ഇപ്പോൾ ഈ ലേക്കിന് പച്ച കളറാണ് കേട്ടോ. അപ്പോൾ ഇതിന് നടുക്കൊരു കണ്ടൽക്കാട് കൂടെ ഉണ്ട്. നേരത്തെ ഇതിൽ ചെറിയ ബോട്ടിംഗ് സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇല്ല. നമുക്ക് കണ്ടൽക്കാടിനകത്ത് ഇറങ്ങാൻ പറ്റുന്ന ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇവരിപ്പോൾ അതൊക്കെ ക്ലോസ് ചെയ്തു. എന്നാലും ഈ കുട്ടവെള്ളം പോലത്തെ ചെറിയ സെറ്റപ്പ് ഉണ്ട്. എനിക്ക് തോന്നുന്നു പണിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ആൾക്കാർ ഇറങ്ങുന്നത്. അത് ട്രാക്കാണ് വരുന്നത്. അതെ, ട്രെയിൻ പോകുന്നത് നിങ്ങൾക്ക് കാണാം. ഒരു സൈഡിൽ കൂടെ ഫ്ലൈ ഓവറും ഒരു സൈഡിൽ കൂടെ ട്രെയിൻ മെട്രോയുടെയാണ്. ശരിക്കും ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ഭയങ്കര ഹെലിക്കാൻ വെച്ചൊക്കെ എടുക്കാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും ഈ മാർച്ച് ഏപ്രിൽ ചെറി ബ്ലോസം പൂക്കുന്ന സമയത്ത് ഒരുപാട് പേര് ഡ്രോൺ ഹെലിക്കാവുമായിട്ട് വന്ന് വീഡിയോ എടുക്കാറുണ്ട്. ഒരു ഫുൾ വ്യൂ എടുക്കും. അതായത് ഈ ട്രെയിൻ വൈകുന്നേര സമയങ്ങളിൽ ഒരുപാട് ട്രെയിൻ പാസ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. പിന്നെ മെട്രോ ആണെന്നുണ്ടെങ്കിൽ ഓരോ 3 മിനിറ്റ് കൂടുമ്പോഴും ഉണ്ടാകും. ഈ ഫ്ലൈ ഓവർ എപ്പോഴും ക്രൗഡഡ് ആയിരിക്കും, അതുപോലെ എപ്പോഴും ബ്ലോക്കും ആയിരിക്കും. ബാംഗ്ലൂരിൽ പ്രധാനപ്പെട്ട ബ്ലോക്ക് കിട്ടുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഈ ഫ്ലൈ ഓവർ. അതും ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഇനി ഇതുപോലെ തന്നെ ആ റെയിൽവേ ട്രാക്കിന് അപ്പുറത്ത് മറ്റൊരു ലേക്ക് കൂടെ ഉണ്ട്. ഇതുപോലത്തെ ലേക്കാണ്, പക്ഷെ അതിപ്പോൾ ക്ലോസ്ഡാണ്. പക്ഷെ ഞാൻ കുറച്ചുകൂടി നടന്നിട്ട് ഞാൻ തിരിച്ചിറങ്ങുന്നത് കേട്ടോ. ശരിക്കും നല്ലപോലെ വയറ് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാൻ അടുത്തൊരു, ഇവിടെ ശരിക്കും സ്ട്രീറ്റ് ഫുഡാണ് കൂടുതൽ കിട്ടുന്നത്. ഇവിടെ ഒരുപാട് ബിരിയാണി കടകളുണ്ട്, ഒരുപാട് ബിരിയാണി. ഈ ഒരു ഏരിയയിൽ കുറച്ച് മുസ്ലിംസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബീഫ് കബാബും ബീഫ് ബിരിയാണി ഏറ്റവും കൂടുതൽ കിട്ടുന്നൊരു സ്ഥലമാണ്. ഈ നേരെ കാണുന്നത് ഒരു എന്താ റോള് കിട്ടുന്ന ഒരു കടയാണ്. എന്താ എനിക്ക് പേര്, കൊൽക്കത്ത റോൾ അങ്ങനെ വരുന്ന റോള്, ചിക്കൻ റോള്, എഗ് റോളൊക്കെ കിട്ടും. അത് കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങാനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മെട്രോയുടെ എൻട്രൻസ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ടെമ്പിൾ വരുന്നുണ്ട്. കുറച്ച് അവിടേക്ക് അകത്തേക്ക് പോകുകയാണെങ്കിൽ ഈ ഏരിയ മുഴുവൻ സ്ട്രീറ്റ് ഫുഡ്സ് കാണുന്നുണ്ട്. ഇപ്പോൾ ഡെഫിനറ്റ്ലി ഫുഡ് ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കബാബ് നല്ല ടേസ്റ്റാണ്, പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടെ നമുക്ക് ബീഫ് കിട്ടും. ബീഫ് കടകളും 2-3 ബീഫ് കടകളുണ്ട്. നമുക്ക് കിലോയ്ക്ക് മേടിക്കാൻ പറ്റും. നാട്ടിലേക്ക് അത്ര റേറ്റ് ഇല്ല കേട്ടോ. ഇവിടെ 1 കിലോ ബീഫിന് വരുന്നത് 250 രൂപയാണ്. പിന്നെന്താ, അതുപോലെ ബിരിയാണി, നല്ല ബിരിയാണി കടകളുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഒരൊറ്റ മുതൽ അങ്ങ് അറ്റം വരെ ഈ ടെമ്പിളൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു ചെറിയ വഴി വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരുപാട് ഷോപ്സ് ഉണ്ട്. നല്ല ടേസ്റ്റാണ്. അത് ബീഫിൻ്റെ കട്ട്ലറ്റ് കിട്ടും, വട ഉണ്ട്, പിന്നെ കുറേ വെറൈറ്റി ആയിട്ടുള്ള കബാബ്, ഷീഖ് കബാബ്, വീൽ കബാബ് അങ്ങനെ കിട്ടും. പക്ഷേ ഇതൊക്കെ IT കമ്പനികളാണ്. ശരിക്കും ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്, പക്ഷേ ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഏരിയ എന്ന് കൂടി പറയാം. ഇവിടുത്തെ ബസ് സ്റ്റോപ്പാണ്. ശരിക്കും ഇത് വരുന്നത് 3 റൂട്ട് വരുന്നുണ്ട്. ഒന്ന് വൈറ്റ് റൂട്ട് വരുന്നുണ്ട്, പിന്നെ ഒന്ന് ഹൊസ്കോട്ടെ റൂട്ട് വരുന്നുണ്ട്, പിന്നെ ഒന്ന് സിൽക്ക് ബോർഡ് റോഡ്. ഇപ്പോൾ നാട്ടിലേക്ക് പോകുന്നവർ ഈ സിൽക്ക് ബോർഡ് റൂട്ടിലാണ്. സിൽക്ക് ബോർഡ് ഇലക്ട്രോണിക് സിറ്റി ഹൊസൂർ അങ്ങനെയാണ് പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ഇത് ബസ് സ്റ്റോപ്പാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വലിയ വൃത്തിയൊന്നും ഇല്ല കാണാൻ. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പോകേണ്ട സ്ഥലം. ഇതൊരു കബാബ് കടയാണ്. ഞാൻ നോക്കി കാണാൻ പറ്റുമോ വെച്ചിട്ട് ബീഫ് കബാബ്, ബീഫിൻ്റെ കടയാണ് കേട്ടോ. ബീഫ് കബാബും ബിരിയാണിയൊക്കെ കിട്ടുന്ന കടയാണ്. പിന്നെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ പെട്ടിക്കടകളുണ്ട്. സ്ട്രീറ്റ് ഫുഡ്സ് കിട്ടും, ദോശവരം, കുറേ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസൊക്കെ കിട്ടും. ചെറിയ നല്ല ബിസിനസ്സാണ് ഇവർക്ക് കേട്ടോ. ഒരുപാട് ബജി, പ്രത്യേകിച്ച് മുട്ടയുടെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം എന്ന് പറയുന്നത് മുട്ട ബജിയാണ്. ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന ഒരു സംഭവമാണ്.
എനിക്ക് പോകാനുള്ളത് ദേ ഈ കടയിലേക്കാണ് കേട്ടോ. ഉഗാദി കഫേ എന്നാണ് പേര്. വെജിറ്റേറിയൻ ഹോട്ടലാണ്. അപ്പോൾ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കടയാണ്. ടേസ്റ്റും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ വെജിറ്റേറിയൻ ഐറ്റംസ് കിട്ടും. അത് നമ്മുടെ നാട്ടിൽ കിട്ടാത്ത കുറേ ഐറ്റം കൂടെ കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് വിശക്കുന്ന സമയത്ത് എന്തെങ്കിലും കഴിക്കണമെന്നൊക്കെ നോക്കുമ്പോൾ അധികം ദൂരെയിൽ ഈ താമസിക്കുന്നതിൻ്റെ എൻ്റെ ഏരിയയിൽ അധികം ഹോട്ടലുകളില്ല, വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ അടുത്ത സമയത്ത് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ദോശ, ഇഡ്ഡലി, പിന്നെ റൈസ് ബാത്ത്, വട, അങ്ങനെ കുറേ, പിന്നെന്താ കേർഡ് റൈസ്, ഇങ്ങനെയുള്ള വെജിറ്റേറിയനായിട്ട്, അതായത് മാംഗ്ലൂർ ബന്നൊക്കെ കിട്ടും. സോ ഞാൻ ഇവിടുന്ന് മസാല ദോശയും ഉഴുന്നുവടയാണ് ഓർഡർ ചെയ്തത്. പ്ലേറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ ഇത് അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. നമുക്ക് ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയറ് നിറയും. ഓക്കെയാണ്, അത്യാവശ്യം ഫില്ലിങ് ഉള്ളതാണ്. ചട്നി അടിപൊളിയാണ് കേട്ടോ. സാമ്പാർ പിന്നെ ഇത് മധുരമുള്ള സാമ്പാറാണ്, അത് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ചട്നി സൂപ്പറാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ദോശ എനിക്ക് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ല, കുഴപ്പമില്ലായിരുന്നു. ഇതിന് മുന്നേ കഴിച്ചിട്ടുള്ളതൊക്കെ നല്ലതായിരുന്നു. ഈ പ്രാവശ്യത്തെ ദോശയ്ക്ക് എനിക്ക് എന്തോ ഇച്ചിരി ഉപ്പ് കൂടുതലായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം. ബൈ.